ഊട്ടി കൊടൈക്കനാല് പോലെ ഒന്നല്ലാട്ടത്. ഇത് വേറെ ഫീല് പറഞ്ഞിട്ടില്ലേ, വേറെ ഫീല്. സൈലന്റ് ആയിട്ട് നിന്ന് നല്ല രസമൊക്കെ. അത് കുഴപ്പമില്ല, ഇത് അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാ. 50 കിലോമീറ്റർ ദൂരെ നെയ് ദിക്കറ. സമയം നോട്ടോ നിങ്ങള്, 2:11 ആയിട്ടുള്ള നട്ടുച്ച 2:11 നിങ്ങള്. ഇത് കാട്ടുപോത്തിന്റെ കാൽപ്പാത. സത്യം പറയട്ടാ, ഊട്ടി കൊടൈക്കനാല് പോലെ ഒന്നല്ലാട്ടത്. ഇത് വേറെ ഫീല് പറഞ്ഞിട്ടില്ലേ, വേറെ ഫീല്. സ്ഥലങ്ങൾ നോക്കി നിങ്ങള് കണ്ടിട്ട് നോക്കി ഇവിടെ പോവാനേ തോന്നുന്നില്ല. എൻ്റെ പൊന്ന് ഫുള്ള് കോടപ്പേരുന്നാള്. നമ്മൾ പോകുന്നത് ഈ റോഡാടാ. നേരത്തെ വരുമ്പോൾ റോഡ് കണ്ടു, ഇപ്പോൾ റോഡ് കാണാല്ലേ. ഇത് ചെറിയൊരു നീരറോ കേട്ടാ, അടിയിൽ നൈസ് വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. ഇത് കണ്ട പലക വെച്ചിട്ടുള്ള സാധനം. ഈ റോഡ് നമ്മൾ വന്നതാ വഴിയേ, പോണത് ഈ റോഡാ. നൈസ് ഒരു ഓഫ് റോഡാണ്, ബട്ട് കിട്ടില്ല സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പോലെ അട്ടപ്പാടിൽ ഇങ്ങനെ ഒരു സ്ഥലം ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു രക്ഷയില്ലേ, എക്സൈറ്റ്മെന്റ് ഓടുന്നില്ലേ? ഞാൻ നോക്കിയേ, ഒന്നും കാണാല്ല ചേട്ടാ, ഒന്നും പറഞ്ഞാൽ ഒന്നും കാണാല്ലേ. നിങ്ങൾ നോക്കി, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് തന്നെ ഞാൻ നോക്കിയേ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. മഴ ചാറുണ്ട് കേട്ടാ, തീരെ കാണാണ്ടായി തുടങ്ങി. യോഗണേ നമുക്ക് മാന കാണാന്ന് പറഞ്ഞത്. തേയില എസ്റ്റേറ്റുണ്ട്, പക്ഷെ അങ്ങോട്ട് കടത്തി വിടില്ലാന്ന് പെർമിഷൻ എടുക്കാണ്ട്. നമുക്കാണെങ്കിൽ പെർമിഷൻ കിട്ടിയില്ലേ, അപ്പം അതാണ് വിഷയം. നല്ല മഴയുണ്ട് കേട്ടോ, ചാറി 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 നിൽക്കുന്നുണ്ട് മഴ. എൻ്റെ പോലെ ഒന്ന് കാണാനില്ല ചേട്ടാ, മഴ കൂടി. വല്ലത് കാണാണ്ട നിങ്ങക്ക്? ഫുള്ള് രണ്ട് സൈഡും കാപ്പിത്തോട്ടാട്ടാ. ഇത് 5 എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്, 5 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. ഒന്നും കാണാൻ ചേട്ടാ. നമുക്ക് ഈ വെറും നോക്കി 50 മീറ്റർ മാത്രം ഫ്രണ്ടിലത്തെ കാണാനുള്ളൂ. അതിൻ്റെ 100 മീറ്റർ അപ്പുറം ഒരു കാട്ടുപോത്തോ മാനോ എന്ത് വേണമെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലേ. നോക്കി നിങ്ങൾ മഞ്ഞോട്ട് നോക്കി നിറഞ്ഞു കേട്ടോ കേട്ടോ. എൻ്റെ മോനെ, എങ്ങനെ വണ്ടി സ്ലിപ്പായി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൊക്ക തടഞ്ഞു നോക്കും, കാപ്പി തോട്ടത്തുള്ള കാരണം. റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ മൂഞ്ചി, എങ്ങനെ പോയാലും മൂഞ്ചു. ഇവിടെ മോള് പണിക്കാരുണ്ടെന്ന് പറഞ്ഞത്, ഒരാളിനെയും കാണാല്ലേ. പക്ഷെ വണ്ടി പോകുന്നുണ്ട്. പണിക്കാരെ സഞ്ചി കിടക്കുന്നുണ്ട് ഇവിടെ. കോട വരുന്നു തഴുകുന്നു പോകുന്നു, കോട വരുന്നു തഴുകുന്നു പോകുന്നു. വിഷയം ഇവനൊരു വിഷയം, അത് വേറെ. ഇതിനുള്ള കണ്ണ് കാണാണ്ട് വരെ അതിനെ പണിയെടുക്കണമെന്ന് മനസ്സിലാവണില്ലേ. ആളുകളുടെ സൗണ്ട് കേൾക്കാണ്ട് ബാക്കി ചെയ്തിട്ട് വരാം. വിഷയം സ്ഥലം വെച്ചാൽ ലൈഫിൽ ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. മതിയാവണില്ലേ. രണ്ടുപേരും അവിടെ കിട്ടില്ല സ്ഥലം. അവര് നോക്കി എൻ്റെ വണ്ടി കാണാല്ലേ ഇവിടുന്ന് വീട്ടിക്കുള്ളത്. വെറും 50 മീറ്റർ അപ്പുറമുള്ള വണ്ടി കാണാല്ലേ. अरे भाई और कैसे आप लोग? यहाँ से मैं गाना सुन रहे, आदमी लोग नहीं दिख रहे.
थोड़ा लाइट देखा मैंने और कौन बाइक लेके आए मैं बोल रहा है 50 किलोमीटर दूर है, नहीं दिख रहा है। मैं डर गया। आप लोग इधर गाना सुन रहे हैं, कौन है यार? बैग भी इधर रखा है, इसलिए मैं इधर गाड़ी रुका है। फिर नीचे आके देखिए आप लोग दोनों दिखाई, अभी भी नहीं दिख रहा उधर, कुछ नहीं दिख रहा है। उधर भी है सर है, 2 लड़की है, अच्छा, एक लड़का उस साइड है। कहीं भी जाए तो ऐसा वाला जगह नहीं है, हाँ सिर्फ यही है। यही है ऊपर। हाँ। ऊपर टी और कॉफी इलायची। ऑरेंज वगैरह थोड़ा ज्यादा नहीं, और टी फील्ड में थोड़ा है। हाँ, पहले था, बहुत था बोल रहा था पहले, वो हम पूरा लोग का खराब हो गया। हम लोग का आने से पहले। अच्छा, बाद में क्या किया, अभी काटिंग करके करके ये सब लगा रहा है ना। अच्छा, ये पूरा कॉफी है। हाँ ये कॉफी है। अच्छा, ये ठीक। पूरा फूल लेके वो नीचे रोड तक ये रोड इस साइड से जाएगा तो सारा यहाँ जरा है। आटा होगा, देखो हाँ आटा होगा, ठीक आटा होगा। ആ അത് പറഞ്ഞത് അട്ടട ശല്യം കൂടുതലാന്ന് പറഞ്ഞത് ഇവിടെ. അത് നമുക്കൊരു വിഷയമല്ല. വിഷയമല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അതൊരു വിഷയമാകും. ടീക്കെ കൊയ് ബാത്തിനെ ഇതൊന്നും പശു വന്നിട്ട് ചാണകം ഇട്ടിട്ടുള്ളല്ല കേട്ടാ. ഇതൊക്കെ നോക്കിയേ, കാട്ടുപോത്താണ്, കാട്ടുപോത്ത്. അഞ്ചരം കാട്ടുപോത്തിൻ്റെ കാൽപാതുണ്ട് ഇവിടെ കണ്ട. ഇത് കാട്ടുപോത്തിൻ്റെ കാൽപ്പാത, ഇത് ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കണ്ടാവും. കാട്ടുപോത്തുന്നുണ്ട് വെറുതെ. സമയം നോക്കിയാൽ 2:15 കേട്ടാ. നോക്കിയേ 2:15, നട്ടുച്ച 2:15. ക്ലൈമറ്റ് നോക്കി നിങ്ങൾ, വിഷയം ക്ലൈമറ്റ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ചിന്തിച്ചാൽ അപ്പുറമാണ് അട്ടപ്പാടി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എത്ര ദിവസം കണ്ട സ്ഥലങ്ങളോ ഇതൊന്നല്ല. ഇതിൻ്റെ ഇടയിൽ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. 3-4 പേര് പണിയെടുക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അവരെ സഞ്ചിയും സാധനങ്ങളൊക്കെ അവിടെ ഉള്ളതെന്ന്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവർ കാണില്ലേ, അതേപോലെ വേണ്ട അവരെവിടെ പണിയെടുക്കണമെന്ന് പോലും കാണില്ലേ. തണവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി തണവ. അവർ കിടന്ന് വിറകിയാണ് ചെയ്യണത്. വർഷത്തിൽ 2 മാസം കൂടാന്ന് ഇത്തിരി മഞ്ഞ് കുറവുള്ള സമയം. ബാക്കി 365 ദിവസം, 365 ദിവസത്തിലും 305 ദിവസം ഇവിടെ ഈ ക്ലൈമറ്റ് തന്നെയാന്ന് പറഞ്ഞ് രക്ഷയില്ല. അൺബിലീവബിൾ. പോവാൻ തോന്നുന്നില്ലേ ഇവിടുന്ന്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെയിം ഫീലിങ്. പോവാനേ തോന്നുന്നില്ലേ? നോക്കി നിങ്ങൾ, വേറെ 50 മീറ്റർ അപ്പുറമായിരുന്നു കേട്ടോ അവരിക്കുണ്ടായിരുന്നത്. പാട്ടിൻ്റെ സൗണ്ട് കേട്ടാണ് ഞാൻ അങ്ങോട്ട് നടന്നു പോയത്, അല്ലെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു. പക്ഷേ പോവാം നമുക്ക്, കുറച്ചുകൊണ്ട് പോയാൽ മതിയാ. വേറെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വരുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ കാണാനുള്ള ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ് ഫുൾ മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞുകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് മൃഗങ്ങൾക്ക് മെയിനായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും എർത്ത് കമ്പി കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതാ. ഈ എസ്റ്റേറ്റിൽ എവിടെയും എർത്ത് കമ്പി കൊടുത്തില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഇവിടെ മൃഗങ്ങൾ വരുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. എസ്റ്റേറ്റുകാർക്കോ അതോ ഇവിടുത്തെ പണിക്കാർക്കോ ഇതൊരു ശല്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞത് മൃഗങ്ങളെ കൊണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞാൻ കണ്ടില്ല ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യം അതാണ്. ഇതൊക്കെ നോക്കിയാൽ കാട്ടുപോത്തിൻ്റെയും മാനിൻ്റെ ഒക്കെ കുളമ്പുകളാണ് ഈ കുഴിഞ്ഞു കിടക്കുന്നത്. ഇത് മൊത്തം നമ്മൾ മെയിനായിട്ട് ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി നല്ല ഉറപ്പാണ്. ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ റെയിൻകോട്ട് അല്ലെങ്കിൽ വേറെ ഒന്നും ഇടാത്തത്? ഈ സാധനമില്ലേ, ഈ പ്രകൃതി തരണ നമുക്ക് ഈ മഞ്ഞും ഈ ചെറിയൊരു ചാറ്റൽ മഴയോട് കൂടിയിട്ടുള്ളത്, ഈ ഫീല് നമുക്ക് വേറെ കിട്ടില്ലേ. ഉള്ള കാട്ടുപോത്ത് നോക്കി ഇവിടെ അഴിഞ്ഞാടുന്നുണ്ട് കേട്ടോ. കാട്ടുപോത്തിന് കാൽപാദം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഹിന്ദിക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരോട് ചോദിച്ചു, ഇവിടെ നിങ്ങൾ എർത്തും കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറഞ്ഞവർ. നല്ലൊരു കാര്യം ഞാൻ കണ്ടിടത്തോളം എർത്ത് ഇട്ടിട്ടില്ല.
അതേപോലെ അവർക്ക് വേനൽക്കാലം അതിലൂടെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം കാര്യങ്ങൾ അതുണ്ട് ആ ടാങ്ക്. പിന്നെ ഇവിടെ വെയിൽ കാലത്ത് വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ ഇവർ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടിന് അവിടുന്ന് ടാങ്ക് നേരത്തെ ഒഴിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ചീട് വരണടാ. ഇതാണ് മോനെ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി തരാന്നൊക്കെ പറയില്ലേ, സാധനം എപ്പോഴും നമുക്ക് ഈ സാധനം കിട്ടില്ലേ. സൈലൻ്റ് ആയിട്ട് നിന്ന് നല്ല രസമൊക്കെ. ശരിക്കൊരു ഊട്ടി കൊടൈക്കനാൽ പോയ ഫീലാട്ടോ ശരിക്കും പറഞ്ഞ. സൗണ്ട് ഒന്നും ഈ മരം ശ്രദ്ധിച്ച സാധനം കാണിച്ചോട്ടോ. മരം ഞാനിപ്പോഴും നോട്ട് ചെയ്യണത്. ഈ മരം കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ പിടിച്ച് കയറിയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടാ കാണാൻ. നോക്കി ഒരു പ്രത്യേക ഭംഗിയത്. ഇഷയ്യോ, ഇവിടെ കാട്ടുപോത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എനിക്ക് തന്നെ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലേ, അത്രയും ഫീലായിട്ടാണ് നിൽക്കണത് ഞാൻ. ഇത് റെയിൻ കോട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തണവുള്ള സാധനം ഇട്ടിട്ട് നമ്മൾ വെറുതെ സാധനം നശിപ്പിക്കും എന്ന് വെച്ചിട്ട് നമ്മളത് ഇടാണ്ടിരിക്കണ്ടെന്നല്ല ഞാൻ പറയണത്. ഇതിപ്പോൾ വലിയ ആനത്തല്ല തണവോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇത് എൻജോയ് ചെയ്യേ. ചെറിയൊരു ചാറല് കിട്ടുന്നുണ്ട് എനിക്ക് നേരത്തെ ഇവിടെ നിന്നപ്പോൾ. എന്താ കാട്ടുപോത്ത്, ഇതൊക്കെ നോക്കിയാൽ കാട്ടുപോത്ത്, ഫുള്ള് കാട്ടുപോത്തമയോ. മഞ്ഞ് വരും നോക്കി, മഞ്ഞ് നോക്കിയത് വേത്ത് വന്നിങ്ങനെ ഇടിച്ച് തട്ടി തടഞ്ഞിട്ടൊക്കെ പോണത്. എൻ്റെ വണ്ടി ഞാനെ പോണത് വിഷയം സ്ഥലാട്ടാ. അവരെന്നോട് പറഞ്ഞത് വഴിയുണ്ട്, എങ്ങനെ പോലെ സ്റ്റെല്ലിങ്ങനെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. വഴി തെറ്റി കഴിഞ്ഞാൽ നേരെ പേടിക്കട്ടാന്ന് പറഞ്ഞിട്ട്. ഓഫ് റോഡാന്ന് പറഞ്ഞു. ആ ഇങ്ങനത്തെ റോഡ് തന്നെയല്ലേ? അത് കുഴപ്പമില്ല, ഇത് അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാ. ഈ വഴി നേരെ തന്നെയല്ലേ പോണത്? സത്യം പറയാലോ, എൻ്റെ ഇപ്പോൾ മനസ്സിൽ ഞാനിപ്പോൾ അട്ടപ്പാടിയിലല്ല, അതാണ് വിഷയം. നല്ല ചാറ്റൽ മഴ അടിക്കിട്ട് നോക്കിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഒക്കയിലേക്ക് പോവും. അയ്യോ, ഓഫ് റോഡ് പറഞ്ഞപ്പോൾ എൻ്റെ ശരീരം വെച്ചിട്ട് ഇത്ര വലിയ ഓഫ് റോഡ് ഞാൻ ആദ്യമായിട്ടാ. അവർ ഇവിടേക്ക് പോകാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനാളും ദുർഘടം പിടിച്ച വഴിയായിരിക്കില്ല. അപ്പം മുകളിലേക്ക് അവരുടെ മുകളിൽ ഒരു എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു അവിടേക്ക്. എന്തായാലും തന്നെ കിട്ടില്ല സ്റ്റേറ്റ് കേട്ടാ. നോക്കി നിങ്ങൾ ചുറ്റും ഇവിടെയൊക്കെ ഇങ്ങനെ ഏലക്കായ ഇങ്ങനെ പിടിപ്പിച്ചോണ്ട് നിൽക്കുക. ഇവര് ഇതൊക്കെ ഏലക്കായ ചെടി വെച്ചോണ്ട് നിൽക്കുക. ആ ഭാഗത്ത് ഈ ഭാഗത്ത് ഇതൊക്കെ കാപ്പി. എൻ്റെ മോനെ വേറെ ഏതൊരു സ്വർഗ്ഗലോകത്ത് വന്ന ഒരു അവസ്ഥ എനിക്ക്. ഇത് കഴിയണില്ലല്ലോ. എന്നോട് പറഞ്ഞ് കുറച്ച് ദൂരമുള്ളതെന്ന് പറഞ്ഞത്. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, തന്നെ ഇറക്കാട്ടാ.
കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ തല തല്ലി വീഴും. വലിയ ശല്യമില്ലേ പറയുമ്പോഴും പോയി. ഫൈനലി നമ്മൾ അധികം എത്തിയിട്ടില്ല. പക്ഷെ മഞ്ഞിൻ്റെ ഭാഗം ഏകദേശം ഒരു 80% ഇല്ലാണ്ടായി. അപ്പുറോട് ഇതിനടുത്ത് മഴ അധികം, ചെളി കുറവാ. മഴ പെയ്ത് അവസാനിച്ചു. ചാറല് മാത്രം വെള്ളം തോന്നുന്നുണ്ട്. ചെളി ഇത് ഗേറ്റിൻ്റെ അടിക്ക് എത്തിയത് നമ്മൾ. അതാ ഇത് കാണില്ലേ, ശിരുവാണി എസ്റ്റേറ്റ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് തേയിലത്തോട്ടമുള്ളത്. ഇവിടെയും പിന്നെ മുകളിൽ ഞാൻ മുന്നൊരു സ്ഥലം കാണിച്ചില്ലേ റോഡ്, ആ റോഡിൻ്റെ ഇതിനും വീട്ടും. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി കിട്ടിയില്ല. അതാണ് ഒരു പ്രത്യേകത. ബട്ട് എൻ്റെ മോനെ, ഞാൻ ഏതൊരു സ്വർഗ്ഗ ലോകത്ത് നിന്ന് താഴ്ചക്ക് വന്ന് എന്നെ ഇറക്കി വിട്ട ഒരു ഫീൽ എനിക്ക് തോന്നണം. എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ല. വിഷയം സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയം സ്ഥലം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് മതിയായില്ല എന്ന് പറയില്ലേ, ആ ഫീലായിരുന്നു.